ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് കണ്ടോ, നമ്മുടെ കഴിഞ്ഞ ട്രിപ്പിന് ഒമാൻ ട്രിപ്പിന് പോയ സമയത്ത് അടിച്ച പ്രാണികളുടെ മൃത്യു അടയാളങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഇവിടെയൊക്കെയുണ്ട്. ഇതുകൊണ്ട് എല്ലാ രീതിക്കും പാപിയാണ് ഞാൻ, മഹാപാപിയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ, ആദ്യം നമ്മുടെ ഇതൊന്ന് വാഷ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മോട്ടോ ഹബിൽ നിന്ന് ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു വാഷ് ഉണ്ട്, പക്ഷെ അന്ന് ടൈമില്ലാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ അതിന്ന് ഫിനിഷ് ചെയ്യണം. ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ കിസൈസിലേക്ക് പോകും. അവിടെ ടി ജംഗ്ഷനിൽ ഇന്നൊരു ചായ മീറ്റ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. വൈകുന്നേരം എനിക്ക് ഇരുന്നപ്പോൾ ഒരു തോന്നൽ, ഒരു ചായ കുടിക്കാൻ പോയാലോ, അങ്ങനെ അതിനും പോകണം. എൻ്റെ കാർ ഓൺ ചെയ്യട്ടെ. There we go. Alright, welcome to another vlog. Let's go. ഇവിടെ മറിച്ച് വെള്ളമാണ്. ഓ, സ്ലിപ്പറി സ്ലിപ്പറി സ്ലിപ്പറി. ലെറ്റ്സ് ഗോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റോപ്പ് മോട്ടോ ഹബ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതേ ഇതാണ് ഞാനെന്ന് പറഞ്ഞ റോക്സ് 1 എന്ന് പറഞ്ഞ വണ്ടി. ഈ സാധനം ഏകദേശം ഒരു ഇത് തന്നെയാണ്, ഈ ഡിഫൻഡർ എന്ന് തന്നെ പറയാം. പക്ഷേ ഇൻറ്റീരിയറൊക്കെ കിട്ടിയിട്ടാണ് ഇൻറ്റീരിയർ. ഇതിൻ്റെ ഒരു VIP മോഡലുണ്ട്, VIP വേരിയൻറ്റ്. പൊളിയാ, പക്ഷെ നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ലൈഫ് അപ്ഡേറ്റ്. അപ്പോൾ കുറേ പേര് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ടാറ്റു അടിച്ചിട്ട്. ഇതിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്, ഞാൻ ഫാമിലിയിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് കൂടുതൽ ഞാൻ പബ്ലിക്കായിട്ട് ഡിസ്കസ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അത് ഫാമിലിയിൽ എത്തിയിട്ടുണ്ട്. ഒരു നല്ല അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലൊരു പൊട്ടിത്തെറി ആയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ എത്തും എന്നുള്ളത് ഇപ്പോഴും പറയാറായിട്ടില്ല. അപ്പോൾ സംഗതി ഒരു ബോംബ് പൊട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ. ബാക്കി അപ്ഡേറ്റ്സ് തരാം. പക്ഷേ എന്താ പറയുക, എന്തായാലും അപ്പോൾ ആ ഒരു കാര്യമുള്ളായിരുന്നു. അപ്പോൾ അത് ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പബ്ലിക് എന്നൊരു പ്രശ്നമല്ല. പിന്നെ ഞാൻ അന്നും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാവർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ പക്ഷെ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ ഫെയ്ത്തും നമ്മുടെ ബിലീഫ് ഇതൊക്കെ അനുസരിച്ചുള്ള വേറെ ഒരു സൈഡും ഉണ്ട്. അപ്പോൾ ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്തത് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്തു. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ ബിലീവ് ചെയ്യുന്നത്, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നല്ലൊരു മനുഷ്യനാവണം, നല്ലൊരാളായിരിക്കണം. നമ്മൾ ഒരാളോട് ചെന്ന് ചോദിച്ചാൽ ഹൈദറെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നെക്കൊണ്ട് ആരാ ഇത്ര ഓണടിക്കുന്നവന്? ചിൽ, റിലാക്സ്. അപ്പോൾ അതാണ് ഞാൻ പറയുമ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ ഒരാൾ നമ്മളെ പറ്റി കുറ്റം പറയാനുള്ള ഒരു ഇട വരുത്തുക. അതായത് കുറ്റം പറയുന്നവരുണ്ടാവും, അതല്ല ജെന്യുവിനായിട്ട് നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ എൻ്റെ ലൈഫ് പ്രിൻസിപ്പിൾ അതാണ്. ആർക്കും ദ്രോഹമില്ലാത്ത എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. മരിക്കുന്നതിന് മുന്നേ മാക്സിമം ബാക്കിയുള്ളവരായിട്ട് നന്നായിട്ട് പെരുമാറുക, ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, ആരോടും ദേഷ്യം കാണിച്ച് വാശി കാണിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, ജെന്യുവിനായിട്ട് എല്ലാവരുടെ അടുത്തും നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നോക്കുക. അതേസമയം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ നോക്കി കണ്ടെത്തണം. പിന്നെ ബേസിക്കലി ആർക്കും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫ് പ്രിൻസിപ്പിൾ അതാണ്, ഏറ്റവും ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എനിക്ക് ഈ ഒരു സംഗതി ചെയ്തതുകൊണ്ട് എനിക്ക് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻ നമ്മളെ കൂടെ ഉള്ളവർക്കും ആണെങ്കിലും നമ്മളെ ക്ലോസ് ആയിട്ടുള്ളവർക്കും ആണെങ്കിലും അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്താണ് ഞാനൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാനൊരു നല്ല ആളാണ് അയാളെടുത്ത്, അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിലല്ല എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതാണോ വലുത്, അതോ എൻ്റെ കയ്യിലൊരു ടാറ്റു അടിച്ച് ആ നെഗറ്റീവാണോ? ഏതിനാണ് ഇതിൽ പ്രയോറിറ്റി? ഏതിനാണ് എൻ്റെ എക്സിസ്റ്റൻസിൽ ഏതാണ് ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതിൽ നമ്മളൊരു നല്ല മനുഷ്യനാവുക, നമ്മളൊരു നല്ല ആളായി എല്ലാവരുടെ അടുത്തും നിൽക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ അതാണ് ആവേണ്ടത്. അല്ലാതെ ഞാനൊരു കയ്യിലൊരു ടാറ്റു അടിച്ചതിൻ്റെ പേരിൽ ഞാൻ എത്ര നല്ലവനാണെങ്കിലും, ഞാൻ ഭയങ്കര നല്ലവനാണെന്നല്ല, പക്ഷേ ആരാണെങ്കിലും ഒരാൾ
നല്ലൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിലും പക്ഷെ ആ ടാറ്റു അടിച്ചതിൻ്റെ പേരിൽ അയാളൊരു മോശക്കാരനാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പോൾ അതായിരുന്നു ഒരു സ്മോൾ ടെഡ് ടോക്ക് ഓൺ ടാറ്റൂസ്. ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എല്ലാവരും അവരവരുടെ ഫെയ്ത്തും എല്ലാവരുടെ അവരവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് വി ഹാവ് ടു റെസ്പെക്റ്റ് ഇറ്റ്. ആരും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ കാര്യം നോക്കി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നൗ ലെറ്റ്സ് ഗോ വാഷ് ദ ബൈക്ക്. ഇപ്പോൾ ഇവിടുന്ന് ദൂരെ നിന്ന് ഇതടിക്കുമ്പോൾ വെയിലടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് കാണുന്നില്ലേ, കച്ചറ വിൻഷീൽഡിലെ. അപ്പോൾ പോയിട്ട് ആദ്യം അത് കഴുകാം. എനിക്ക് ഈ പോകുന്ന വഴിക്ക് എൻ്റെ അളിയനൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ മീറ്റപ്പിൻ്റെ മുന്നേ അതിന് സമയം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് അളിയനെയും കൂടെ കണ്ടിട്ട്, അയ്യോ ഇതല്ല എക്സിറ്റ്, അളിയനൂടെ കണ്ടിട്ട് മീറ്റപ്പിന് പോകാമെന്നുള്ളതാണ്. ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മീറ്റപ്പ് കഴിഞ്ഞിട്ട് അളിയൻ അപ്പോയിൻമെൻറ്റ് അത് നോക്കേണ്ടി വരും, നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു മോട്ടോ ഹബ്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചൂടത്ത് ജാക്കറ്റ് ഇടാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ഇൻസിസ്റ്റ് എവ്രി വൺ ജാക്കറ്റും പ്രൊട്ടക്ഷൻ ഗിയർ എല്ലാം ഇട്ടിട്ട് മാത്രം റൈഡ് ചെയ്യുക. നമ്മുടെ ഈ ഇതിൻ്റെ ഗ്ലൗസിൻ്റെ കോലം നോക്കിയാൽ പക്ഷേ ഇത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം എനിക്ക് ടച്ച് കേട്ടാ ഇതല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതവിടെ ഇരുന്നോട്ടെ തൽക്കാലത്തേക്ക്. നമ്മുടെ മറ്റേ നല്ല ഗ്ലൗസ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അത് യൂസ് ചെയ്യണം. ഇത് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോയെന്ന് കാണുമ്പോൾ അത് യൂസ് ചെയ്യണം. ആരാ ഹോൺ അടിക്കുന്നത്? അപ്പോൾ ജാക്കറ്റിൻ്റെ കേസ് ഇത് മിക്കവാറും പിന്നെ എന്താ വെച്ചാൽ ടാറ്റു ആയതുകൊണ്ട് എനിക്ക് അധികം വെയിൽ കൊള്ളിക്കാൻ പറ്റില്ല ഇപ്പോൾ, അറ്റ്ലീസ്റ്റ് ഒരു 1-2 ആഴ്ചയും കൂടെ. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ഈ പകലോടിക്കുമ്പോൾ ജാക്കറ്റ് മസ്റ്റായിട്ട് ഇടുന്നത്. അപ്പോൾ രാത്രി ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വാഷെല്ലാം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സണ്ണൊക്കെ സൺസെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ജാക്കറ്റ് ഊരി നല്ല ചില്ലായിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് എഗെയിൻ ഓൾവേസ് വെയർ പ്രൊട്ടക്റ്റീവ് ഗിയർ. അതിലൊരു മടിയും കാണിക്കരുത്. ലെറ്റ്സ് ഗോ. വെഹിക്കിൾ ടെസ്റ്റിംഗ് സെൻറ്റർ, അവീറിൻ്റെ വെഹിക്കിൾ ടെസ്റ്റിംഗ് സെൻറ്റർ എങ്ങനെയാണ് പോകേണ്ടത്? ഞാൻ എപ്പോഴും ഈ മാപ്പ് നോക്കി പോയിട്ട് ഇത് സത്യത്തിൽ ജോഗ്രഫിക്കലി എവിടെയാണെന്നുള്ളത് നമ്മളെ മൈൻഡിൽ ശരിക്കും അങ്ങ് സ്റ്റാമ്പ് ചെയ്യില്ല. മാപ്പ് ഇല്ലാണ്ട് പോയി വഴി തെറ്റി പഠിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഏതൊക്കെ ഡയറക്ഷനിലാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇന്ന് സൈഡ് ബാക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. സൈഡ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദൂരേക്ക് നോക്കിയ ട്രാഫിക്, നീണ്ട് നിവർന്ന് കിടക്കുന്ന ട്രാഫിക്. എൻ്റെ അമ്പോ, ദൂരെ ട്രാഫിക്, അങ്ങ് ദൂരെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായിരുന്നു അത്, നമ്മുടെ റൈഡിൻ്റെ ദിവസം നമ്മളന്ന് ഇവിടെ വന്നിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എക്സിറ്റ് മാറി കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ എത്തിയേ. ഇവിടെ സ്പീഡ് ലിമിറ്റ് എത്ര? 80. ഓക്കെ. 2 door ഡിഫൻഡർ. മൈ ഗോഡ്. someday baby, someday. ദേ ഇരിക്കുന്നു മോട്ടോ ഹബ്. നമുക്കെന്തായാലും നേരെ ഗാരേജിക്ക് വിടാം. സാബിക്കൊന്ന് ഓഫാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പറഞ്ഞ് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ഇവിടെ ഒരു മെജോറിറ്റി, ഒരു 80% ആളുകൾ ഹോൺ അടിക്കുന്നത് പോയിൻറ്റ്ലെസ്സാണ്. ഒരു കാര്യമില്ലാതെ ഹോൺ അടിക്കുക. ഫ്രണ്ടിൽ വണ്ടികളുണ്ടെന്ന് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ സിഗ്നൽ ഗ്രീന് കത്തിയിട്ട് ഒരൊറ്റ സെക്കൻഡായിട്ടുണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ ഹോൺ അടിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യാനാ? പറക്കുമോ? ജെറ്റിൻ്റെ എൻജിനിടുമോ? ഒരു 20% വാലിഡ് റീസൺസിന് അടിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗം പേരും ഹോൺ അടിക്കുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്, വെറുതെ ഒരു മനസ്സുഖം. എനിവേസ്, നമ്മളതിനെക്കുറിച്ച് റാൻഡ് ചെയ്യണ്ട. ലെറ്റ്സ് ഗോ ഗെറ്റ് ദിസ് ഡൺ. വാഷ് ചെയ്ത് ഇന്ന് കുട്ടപ്പനായി നമ്മൾ ഇന്ന് ഇതിന് പോകും, മീറ്റിന് പോകുന്നതാണ്. തിരക്കാണോ നോക്കാം. തിരക്കാവല്ലേ? ബോക്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീണ്ടും മറന്നു പോകുന്നു. ഹായ്. ഒരു വണ്ടി ഇങ്ങോട്ട് ഇറക്കണം. CBR എന്ത് രസമാണ് കാണാനല്ലേ.
ശരി ബ്രോ, ഞാൻ വിട്ടേക്കാം. വിട്ടു. ശരി ബ്രോ, ഞാൻ വിട്ടേക്കാം. ബ്രോ ഞാൻ വിട്ടു, പോവാ. ഞാൻ വിട്ടു എന്നാ, പോയെന്നാ കാണാം. ശരി. ആ വണ്ടി ആരുടെ അറിയാം? വൈറ്റ്. ആ ഒന്ന് നീക്കിയാലും ഞാൻ അങ്ങ് പോവും. ശരി ബ്രോ, വിട്ടു. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ കുളിച്ചിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ നമ്മൾ ടി ജംഗ്ഷനിലോട്ട് കിസ്സൈസിലെ കറക്റ്റ് സമയമായിരിക്കും. ഇതിൽ കാണിക്കുന്നത് 7:55, 8 മണിക്കാണ് നമ്മൾ മീറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിക്കവാറും എൻ്റെ അളിയൻ മീറ്റ് അധികം ലേറ്റ് ആയില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അളിയനെയും കൂടെ കാണാം. നോക്കാം. നല്ല കിട്ടില്ല ട്രാഫിക്കാണ് കേട്ടോ. ഹിവിഗോ. ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. ഒന്നും മറന്നിട്ടുണ്ടായിരിക്കില്ല. എല്ലാം എടുത്തു എന്നാണ് എൻ്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നത്. ട്രാഫിക് പൊളിച്ച ട്രാഫിക് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ വാഷിന് ഞാൻ കാശൊന്നും കൊടുത്തില്ല. കാരണം ഓയിൽ ചേഞ്ചിൻ്റെ കൂടെയുള്ള വാഷ് ആയതുകൊണ്ട് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ അത് അന്ന് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ പോയിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ചിലവുകളൊന്നും നമുക്ക് വന്നില്ല. ആരോ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്നുണ്ടോ? വെള്ളത്തുള്ളി. ചിലപ്പം മിററിന്, നമ്മുടെ മിറർ തന്നെയാവും. വാഷ് ചെയ്തല്ലേ ആവും. മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. There we go. Left okay, right okay. Zabil Rasalpur road. അയ്യോ, എക്സിറ്റ് തെറ്റാതിരിക്കട്ടെ. കമോൺ. ചെറുതായിട്ട് ഒരു ഇച്ചിരി ഇല്ലല്ലോ, വലിയ കുഴപ്പമില്ല. ഇങ്ങനെയും നമുക്ക് പോവാം. ആഹാ, കാറ്റ് കൊണ്ട് ഓടിക്കാൻ പ്രത്യേക മൂഡാണ് കേട്ടോ. നോ ഡൗട്ട്, അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഓ, വണ്ടി വൃത്തിയായപ്പോൾ ഒരു കുട്ടപ്പനായി. സുന്ദരൻ, സുമുഖൻ, സൽസ്വാവി. എന്തായാലും അപ്പോൾ നമുക്ക് നേരെ കിസ്റ്റേഷനിലോട്ട് പിടിക്കാം. അവിടെ പോയിട്ട് ഇന്ന് എത്ര 12 പേരെങ്ങാനും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെയും പേരൊക്കെ നമ്മൾ പഠിച്ചു. മൈ ഗോഡ്, നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാവരും വീണ്ടും കാണുമ്പോഴാണ് പേര് മൈൻഡിൽ കൊത്തിയെടുക്കപ്പെടുക എന്ന് പറയില്ലേ. കൊത്തി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കിസ്റ്റേജിലേക്ക് പിടിക്കാം. എന്നിട്ട് അവിടെ ചെന്ന് നല്ല ചായയും പഴംപൊരിയും, എനിക്ക് നല്ല പഴംപൊരിക്ക് നല്ല മൂടുന്നത്. അപ്പോൾ ചായയും പഴംപൊരി എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നോക്കിയിട്ട് കഴിക്കാം. എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. 8 മണി മുതൽ നമ്മൾ ഏകദേശം ഒരു 10 മണി വരെ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രീ ആവുന്നവരൊക്കെ വന്ന് ജോയിൻ ചെയ്ത് കത്തിയടിച്ച് പോകണ്ടാവും. സോ വെയിറ്റ്, നമ്മളെന്ത് ഈ വഴി പോകുന്നു? ഓക്കെ, നമ്മൾ അൽക്കയിലേക്ക് ജോയിൻ ചെയ്യാവും. ബാക്കിൽ റോക്ക് സോൺ ഉണ്ട്, മാറിക്കൊടുക്കാം. ഇപ്പോൾ എത്ര ടെമ്പറേച്ചർ? 26 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നത്, വണ്ടിയിൽ കാണിക്കുന്നത്. പക്ഷെ അത് അത്ര ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ എക്സിറ്റ് എടുത്ത് അൽക്കയിൽ കയറി അങ്ങനെ അങ്ങ് പിടിക്കാം. സോ ഇനി എന്തെങ്കിലും കാഴ്ചകൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ വെച്ച് പിടിക്കാം. റൈറ്റ് സൈഡിൽ നമ്മുടെ കുറച്ച് മറ്റേ സ്വാൻ ഉണ്ടല്ലോ. സ്വാനിന് എന്താ പറയുക? സ്വാനിന് ഈ കൊക്കിനെ പോലുള്ള സാധനം ഉണ്ടല്ലോ, സ്വാൻ. അത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സ്വാൻ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമല്ലോ. എനിവേ, എന്തായാലും വിട്ടേക്കാം. ഇന്ന് നമ്മളിത് ടണലെടുത്തിട്ട് സാരിക്കെടുത്ത് പോകുന്ന വെച്ചു. കാരണം അത് ഭയങ്കര ട്രാഫിക്ക്. അപ്പോൾ നമ്മുടെ നേരെ ഇതിൻ്റെ മേലെ നമ്മുടെ എയർപോർട്ടാണുള്ളത്. എയർപോർട്ടിൻ്റെ താഴേക്കൂടെ നമ്മൾ പോകുന്നത്. എയർപോർട്ട് ടണൽ എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷെ ടണലുകൾ എന്നൊരു വൈബാണ്. എസ്പെഷ്യലി ഈ എന്താ പറയുക, എക്സോസ്റ്റൊക്കെ വെച്ച ആളുകളുടെ ടണൽ പെടച്ച ഇതിലുള്ള അക്യൂസ്റ്റിക്സ് നല്ല രസമല്ലേ.
സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ റെസൊണേറ്റ് ചെയ്യുന്നു. നമുക്ക് പിന്നെ സ്റ്റോക്ക് എക്സോസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ ചൂടാണ് കേട്ടോ ടണലിൻ്റെ ഉള്ളിൽ. ഈ എയർ ഇതിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഒരു തണുപ്പ് വരും. യെസ് യെസ്, ഇപ്പോൾ തണുപ്പത്തി. അതേ സാലിക്ക്, എൻ്റെ സാലിക്കിൽ ബാലൻസ് ഉണ്ടോന്നാവുമല്ലോ. അപ്പോൾ അതേ നമ്മൾ തവാർ എത്തിയിട്ടുണ്ട്. തവാറിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് അങ്ങനെ അങ്ങ് കയറും. നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നില്ല. ഇന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ബോക്സ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ റിസ്ക് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ എയർ 29 ആയിട്ടോ. എനിക്ക് തോന്നുന്നു ആ ടണൽ കയറി ഇറങ്ങിയതിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും ഈ കാണിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മെല്ലെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും. എനിക്ക് ശരിക്കും ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ABSൻ്റെയും ശരിക്കും അതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കണം. അതാകുമ്പോൾ നമുക്കത് എവിടെ യൂസ്ഫുള്ളാണ്, എവിടെ ഓഫ് ചെയ്യണം, എവിടെ നിന്ന് ഓണാണെന്ന് നോക്കണം. ഇതിപ്പോൾ ബൈ ഡിഫോൾട്ട് എനിക്കൊന്നും എല്ലാം ഓണാന്ന് തോന്നുന്നു. പക്ഷേ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്യുന്നത് കണ്ടിട്ട്, പക്ഷേ അത് ബ്ലൈൻഡായിട്ട് ഓഫ് ചെയ്യല്ലാതെ എന്തുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് ശരിക്കും ഒന്ന് പഠിക്കണം. വെറുതെ ബ്ലൈൻഡായിട്ട് ഓഫ് റോഡ് പോകുമ്പോൾ ഇത് രണ്ടും ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിലൊരു രസമില്ല. എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് അറിയണം. അതൊന്ന് പഠിക്കണം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ലഫ്സ. അതിൻ്റെ സൈഡിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സ്റ്റൈൽ പിടിക്കണം. CX-30 ഈ വണ്ടി ഞാൻ റെൻറ്റിന് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും നല്ല റേറ്റിന് നമ്മൾ ജീലി കിട്ടിയതുകൊണ്ട് പിന്നെ അതെടുത്തു. പക്ഷേ ഇത് നൈസായിരുന്നു. എസ്പെഷ്യലി ഇവരുടെ ഈ മസ്ഡയുടെ റെഡ് കളർ ഒരു പ്രത്യേക രസമുള്ള റെഡ് കളറാണ്. മസ്ഡ 3 ഒക്കെ മൂടാണ് വണ്ടി. മറ്റേ എന്താ പറയുക, കുന്നംകുളം ഫെറാറി എന്ന് പറയുന്ന പോലെ മസ്ഡ 3 നല്ല രസമാണ് കാണാൻ, എസ്പെഷ്യലി അതിൻ്റെ റെഡ്. ആ ടാക്സിയിൽ ബാക്കിൽ വലിയ സ്ക്രീൻ, അതെനിക്ക് തോന്നുന്നു നമുക്ക് TV കാണാൻ പറ്റുന്ന സ്ക്രീനെല്ലാം തോന്നുന്നു. ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. ഗ്രീൻ ആരെയും ഹോൺ അടിക്കട്ടോ? ഇല്ല, ആരും ഹോൺ അടിച്ചില്ല. ഇല്ല. ഓ മൈ ഗോഡ്. നോർമലി ആരെങ്കിലും ഒരാൾ വെറുതെ ഹോണിലൊന്ന് കൈവെക്കും ഗ്രീൻ കത്തിയ ഉടനെ. അപ്പോൾ ഈ റോഡ് സ്ട്രൈറ്റ് നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ ആയിരിക്കും. ഇത് ഫേസ് ഇവിടെ നോക്കിയാൽ നേരെ മെട്രോ സ്റ്റേഷൻ കാണുന്നുണ്ടോ? അതേണ്ടേ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ച റോഡിന്. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ വലിയ പാർക്കിംഗ് വരും. ഇതേതാ വണ്ടി? MG5 ആണെന്ന് തോന്നുന്നു. MG GT MG7. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കിട്ടുമോ നോക്കണം. അങ്ങനെ പൊളിക്കും. ഇവിടെ വണ്ടിയില്ലേ? ഓ മൈ ഗോഡ്, വാട്ട് എ ടൈമിംഗ് ബേബി. അപ്പോൾ ഇറങ്ങുകയായി. അവിടെ ഗ്യാപ്പുണ്ടോ? അതായിരുന്നു. അപ്പോൾ ശരി, കാണാം. ശരി കാണാം ബ്രോ. നാളല്ല, ഫ്രൈഡേ. എത്തിയാ? എങ്ങനെ എത്തി? കാർ കൊണ്ടുവന്നോ? അത് ശരി. അതെ ശരി, എന്നാ ഞാൻ വിട്ടേക്കാം. ഞാൻ അളിയനൊന്ന് മീറ്റ് ചെയ്യണം. വെള്ളിയാഴ്ച ഉണ്ടാവും. പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാവും. ഇവന്റ് ഒന്നുമില്ലേ? മിക്കവാറും ഉണ്ടാവും. ശരി, എന്നാ കാണാം. അപ്പോൾ ഇവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ അളിയനെ മീറ്റ് ചെയ്യണം. ഉണ്ണി, അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. നമ്മളവിടെ ചില്ല് ചെയ്തിരിക്കുന്നത് വീഡിയോ എടുത്തില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രോബ്ലം. ചില്ല് ചെയ്ത് വീഡിയോ
എപ്പോഴും എടുക്കാൻ മറന്നു പോകും. സംസാരിച്ചിട്ടുള്ള അതിൻ്റെ ആ വൈബിൽ അങ്ങനെ പോവും, കണ്ടൻറ്റിനെ കുറിച്ച് മറന്നു പോകും. പക്ഷേ എന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണല്ലോ. കണ്ടൻറ്റ് കം സെക്കൻഡറി. ഉണ്ണി മിക്കവാറും ആദ്യം കയറ്റും, അത് കഴിഞ്ഞ് നമുക്ക് നല്ല നൈസായിട്ട് കയറ്റാം. ലെറ്റ്സ് ഗോ. Here we go. തവാറ് എൻ്റെ അളിയനൊന്ന് കാണണം, അത് കഴിഞ്ഞിട്ട് തന്നെ വിട്ടു പോകും. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഇല്ല, ഞാൻ നേരെ പോയിട്ട് തവാറ് കഴിഞ്ഞിട്ട് എത്തിസല സ്റ്റേഷൻ്റെ അവിടുന്ന് ലെഫ്റ്റ് എടുക്കും. അവിടെ ലെഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിലുണ്ട്. അതേ പോകുന്നു ഉണ്ണിയുടെ BM-S 1000 RR. ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ. ആർക്കെങ്കിലും ഈ വണ്ടിയുടെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കണക്ട് ചെയ്ത് തരാം. ഇനി അവൻ കൊടുക്കാനുള്ളതിൻ്റെ പ്ലാൻ മാറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല കിണ്ണം വണ്ടിയാണ്. ലെറ്റ്സ് ഗോ. ഓ ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്. ഇതാണ് ഈ നൈറ്റ് റൈഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു രസം. ഇത് തന്നെ, ഈ വൈബ്, ഈ ഒരു വിൻഡ്. ലൈഫ്സ് ഗുഡ്. കമ്പൈൻ ചെയ്യാൻ ഒന്നുമില്ല. ലൈഫ്സ് ഗുഡ്. നമ്മുടെ അവിടുന്ന് മീറ്റിൻ്റെ ഫോട്ടോസ് ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ മാക്സിമം കളക്ട് ചെയ്യാം ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന്. ബാക്കിയുള്ളവരുടെ അടുത്ത് ഫോട്ടോസും വീഡിയോസും എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ വ്ളോഗിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടാവണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി, കാരണം ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. ഓ പച്ച. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടുന്ന് ഇതാണ് എത്തിസലാത്ത് സ്റ്റേഷൻ. പിന്നെ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ നമുക്ക് തീർക്കാനുള്ള മീറ്റെല്ലാം തീർക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള ഈ പണിയൊന്ന് തീർത്തിട്ട് ഞാൻ ഇപ്പം തിരിച്ചെത്താം. അങ്ങനെ നമ്മുടെ തവാർ അളിയൻ വിസിറ്റും കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട്. സമയം 11:53. നട്ടപ്പാതിരിയായി. ഏകദേശം അല്ല, ടെക്നിക്കലി നട്ടപ്പാതിരിയായി. ഇനി വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി നല്ല ഒരു ഉറക്കം. അത്രയേ ഉള്ളൂ ഇപ്പം നിലവിൽ നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ ബൈക്ക് വാഷ് പ്ലസ് ബൈക്ക് മീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി അടുത്ത റൈഡിനുമായിട്ട് വിൽ സീ യു ഗൈസ് in the next one. Thank you so much for watching. Good night.